അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 5ാം ക്ലാസ്സിന്റെ കിതാബു താരീഖ് ഇന്നത്തെ ആൻസർ കീയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം യോജിച്ചത് ചേർക്കാനാണ്. നമുക്കവിടെ ബോക്സിൽ നിന്ന് യോജിച്ചത് ഇവിടേക്ക് എടുത്ത് എഴുതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പ്രവേശിച്ചത് മദീനയിലെ ഖുബായിലേക്കാണ്. മദീനയിലെ ഖുബായിൽ പ്രവേശിച്ചു, മസ്ജിദുൽ ഖുബാ നിർമ്മിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തത് മദീനയിലെ സമ്പന്നൻ സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. 3 ജൂതഗോത്രം ബനൂ ഖുറൈള. 4 ബദർ യുദ്ധത്തിലെ ശുഹദാക്കൾ 14 സഹാബികളാണ്. 5 മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്തത് എന്താണ്? മസ്ജിദ് നിർമ്മിച്ചു എന്ന് പഠിച്ചു. അത് പള്ളി പണിതു എന്നുള്ളത് അത് അതിന്റെ നേരെ എഴുതി കൊടുക്കാം. അടുത്തത് ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ്. മദീനയിലെ ആദ്യ പള്ളി മസ്ജിദുൽ ഖുബാ ആണ്, അത് ശരിയാണ്. മക്കയുടെയും ജിദ്ദയുടെയും ഇടയിലുള്ള സ്ഥലമാണ് ബദർ, അത് തെറ്റാണ് അല്ലേ? തെറ്റടയാളപ്പെടുത്താം. ഇനിയാ ഓരോ മുഹാജിറിനും അൻസാറികളിൽ നിന്ന് ഒരു സഹോദരൻ ഉണ്ടായി, അത് ശരിയാണ്. നമുക്ക് ശരി അടയാളപ്പെടുത്താം. ഇനിയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ വരുമ്പോൾ മദീനയിലെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിരുന്നോ? അത് തെറ്റാണ്. അപ്പൊ അതവിടെ തെറ്റടയാളപ്പെടുത്താം. അടുത്തത് എന്താണ്? ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം 313 ആയിരുന്നു, അത് ശരിയാണ്. ഇനി 2 വീതം എഴുതാനാണ്. എന്താണ്? നിസ്കാരത്തിന് പുറമെ മസ്ജിദുൻ നബവി ഉപയോഗപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഉപയോഗപ്പെടുത്തപ്പെട്ടത് എന്ന്. വിജ്ഞാന കേന്ദ്രം, കൂടിയാലോചന ഭവനം, പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലം. ഇതിന് ഇഷ്ടമുള്ള 2 എഴുതിയാൽ മതി. ഇനി അടുത്തതാ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും സാഹോദര്യം മദീനയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ. 2 എഴുതി കൊടുക്കണം. പരോപകാരവും സ്നേഹവും വ്യാപിച്ചു. അഭയം തേടി വന്നവരുടെ ദാരിദ്ര്യ വിവേചനം ഇല്ലാതാക്കി. മദീന കരാറ് കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ 2 എഴുതണം. എന്തൊക്കെയാണ്? ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി. ആളുകൾ ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു. എല്ലാവരുടെയും അവകാശങ്ങളും കടമകളും ഉറപ്പാക്കാൻ ഈ കരാറിന് സാധിച്ചു. അപ്പൊ അതിൽ നിന്ന് 2 എഴുതാം. ഇനി അടുത്തത് എന്താണ്? ബദർ യുദ്ധത്തിന്റെ ഫലം എന്തായിരുന്നു? മുസ്ലിങ്ങളുടെ മനോവീര്യം ഉയർന്നു, ഖുറൈശികളുടെ ശക്തി ചോർന്നു. ഇങ്ങനെ 2 എഴുതി കൊടുക്കാം. അടുത്തതാ ഉത്തരം എഴുതാനാണ്. ബദർ യുദ്ധം നടന്നത് എന്നായിരുന്നു? എന്നാണ് ബദർ യുദ്ധം നടന്നത്? ഹിജ്റ 2-ാം വർഷം റമളാൻ 17-നാണ് ബദർ യുദ്ധം നടന്നത്. മദീനയിൽ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവിധ വിഭാഗങ്ങളുടെ നേതാക്കളോടൊപ്പം ഇരുന്ന് ഒരു കരാർ ഉണ്ടാക്കി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അടുത്തത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലെ വലിയ സമ്പന്നനായി തീർന്നത് എങ്ങനെയാണ് വലിയ സമ്പന്നനായി തീർന്നത്? കച്ചവടം ചെയ്താണ് അദ്ദേഹം വലിയ സമ്പന്നനായി തീർന്നത്. അടുത്ത ഇനി ആശയം എഴുതാനാണ്. അല്ലാഹുമ്മ ലാ ഐസ ഇല്ലാ ഐസുൽ ആഖിറതി ഫഗ്ഫിർ ലി അൻസാരി വൽ മുഹാജിറ. അല്ലാഹുവേ, പരലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല, അൻസാറുകൾക്കും മുഹാജിറുകൾക്കും പുറത്തു കൊടുക്കണമേ. ഇനി വ്യക്തമാക്കാനാണ്. ആരാണ് മുഹാജിർ? മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സഹാബികളാണ് മുഹാജിറുകൾ. അൽ അൻസാർ ആരാണ്? മുഹാജിറുകളെ സ്വീകരിച്ച മദീനയിലെ സഹാബികളാണ്. 2 വ്യക്തമാക്കാനാണ്. ഇനി പൂരിപ്പിക്കാനാണ്. അല്ലാഹുവേ, ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരാളും ഉണ്ടാവുകയില്ല. അതാണ് പൂർത്തിയാക്കി കൊടുക്കേണ്ടത്. ഇനി തൊലാൽ ബദറു അലൈന, ദഫ് മുട്ടി ബൈത്ത് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും സ്വീകരിച്ചിരുന്നു. അപ്പൊ അവര് പാടിയ ബൈത്ത്, അതാണ് വിട്ടഭാഗം പൂരിപ്പിക്കാൻ വന്നത്. ഇവിടെ ബൈത്തിൽ നിന്ന് മിൻ സനിയാത്തിൽ വദാഇ അവിടെ വിട്ടിട്ടുണ്ട്. പിന്നെ വജബ ശുക്രു അലൈന വിട്ടു. പിന്നെ മാ ദഅ ലില്ലാഹി ദാഇൻ അങ്ങനെ വിട്ടതാണ് പൂർത്തിയാക്കി കൊടുക്കാൻ. അപ്പോൾ ഇതുവരെ ഉള്ളതാണ് ഇന്നത്തെ ചോദ്യപേപ്പറിൽ വന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യപേപ്പർ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും നന്നായി എക്സാം എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്ന ചോദ്യങ്ങൾ തന്നെയാണ്.
ഒന്നോ രണ്ടോ ചോദ്യങ്ങളെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയാത്തേ ഉള്ളൂ. എന്നാൽ അത് റിവിഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം എല്ലാവർക്കും നന്നായിട്ട് എഴുതാനൊക്കെ പറ്റി എന്ന് കരുതട്ടെ. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ. അള്ളാഹു തആല പഠിച്ചതൊക്കെ ഓർത്ത് നന്നായിട്ട് എക്സാം എഴുതാനും നല്ല ഉന്നത വിജയം നൽകാനും എല്ലാവരെയും അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.